ഇപ്പോഴും മുനമ്പത്തുള്ള ആളുകളുടെ ഒരു മനസമാധാനം കിടത്തുന്ന ഒരു വിഷയം തന്നെയാണ് ഈ ഉമിത് പോർട്ടലിലെ രജിസ്ട്രേഷൻ എന്നുള്ളത്. ഈ ഉമിത് പോർട്ടലിലെ രജിസ്ട്രേഷൻ വേണമെങ്കിൽ ക്യാൻസൽ ചെയ്യാവുന്നേ ഉള്ളൂ. അത് ക്യാൻസൽ ചെയ്യാമെന്ന് വിദഗ്ധ നിയമോപദേശം ലഭിച്ചതിന് ശേഷവും എന്തുകൊണ്ട് സർക്കാർ അത് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അത് ആരെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മുസ്ലിം ലീഗിനെയും അതല്ലെങ്കിൽ മറ്റ് ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള സംഘടനകളെയും പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള ഒരു ഉപകാര സ്മരണയാണ്. ദേശീയ തലത്തിൽ തന്നെ സംഘപരിവാറിനെതിരെ അതിശക്തമായ നിലപാട് സ്വീകരിക്കുന്ന കോൺഗ്രസിന് എന്തുകൊണ്ടാണ് കേരളത്തിൽ അത് സാധിക്കാത്തത് എന്നുള്ളതൊരു പ്രധാനപ്പെട്ട ചോദ്യമായിട്ട് വരുന്ന വരികയല്ലേ. കാരണം 3 വൈസ് ചാൻസലർമാരെ കഴിഞ്ഞ ദിവസം RSSന്റെ മോഹൻ ഭഗവത് പങ്കെടുത്ത ഒരു പരിപാടിയിൽ പോയി ഇരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്ര അപമാനകരമാണ് ഈ കേരളത്തിന്. നിയമനങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് നടന്നിട്ടുള്ള സാമ്പത്തിക ആരോപണങ്ങൾ മാത്രമല്ല, ഈ വക്കീലന്മാരുടെയൊക്കെ ഒരു ക്വാളിഫിക്കേഷൻ, ഇവർക്ക് എത്ര കേസുകൾ വാദിച്ചിട്ടുണ്ട്, കോടതിയുടെ വരാന്ത പോലും കാണാത്ത സംഘികളെ പിടിച്ച് GP-മാരാക്കി എന്ന് പറയുമ്പോഴത്തേക്കും ആലോചിച്ച് നോക്കി. ഇപ്പൊ KSRTCയിലെ വനിതകളുടെ യാത്ര, എല്ലാവർക്കും ഓർഡിനറി ബസ്സിൽ സൗജന്യ യാത്രയെന്ന് ഗവൺമെന്റ് പ്രഖ്യാപിക്കുന്നു. ഗവൺമെന്റ് പ്രഖ്യാപിച്ചതിന് ശേഷം എന്താ ചെയ്തത്? തിരുവനന്തപുരത്തോടുന്ന എല്ലാ ഓർഡിനറി ബസ്സിലും സിറ്റി ഫാസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ബോർഡ് മാറ്റിവെച്ചു. നമ്മൾ കണ്ടതല്ലേ, ഇന്നലെ വാർത്തയിൽ കണ്ടതല്ലേ ഇതൊക്കെ. എന്തൊരു തട്ടിപ്പാണ് നടത്തുന്നത്. നമസ്കാരം. കഴിഞ്ഞ ദിവസം മോഹൻ ഭാഗവത് പങ്കെടുത്ത പരിപാടിയിൽ കേരളത്തിലെ 3 സർവകലാശാലകളിലെ വൈസ് ചാൻസലർമാർ പങ്കെടുത്തത് വലിയ വിവാദമായിരുന്ന വിഷയമാണ്. നമുക്കറിയാം, കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ കാവ്യവൽക്കരണം എന്നത് ഏറിൽ നിൽക്കുന്ന ഒരു വലിയൊരു ആരോപണമാണ്. BJPയെ സംബന്ധിച്ച് അല്ലെങ്കിൽ RSSന്റെ സംഘപരിവാറിനെ സംബന്ധിച്ച് ഒരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഒരു സ്ഥലത്തെ അവിടേക്ക് നുഴഞ്ഞു കയറാനുള്ള പ്രധാന മാർഗം അവിടുത്തെ വിദ്യാഭ്യാസ മേഖലയെ ഹൈജാക്ക് ചെയ്യാന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പം ഈ വൈസ് ചാൻസലർമാരുടെയൊക്കെ വിഷയത്തിൽ അല്ലെങ്കിൽ സർവകലാശാലകളുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിലെല്ലാം സംസ്ഥാന സർക്കാരുകൾക്ക് ചെയ്യാവുന്ന എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് നല്ല ധാരണയുണ്ട്. സംസ്ഥാന സർക്കാരുകളുടെ ആശയങ്ങളോട് ചേർന്ന് നിൽക്കുന്നവരെ തന്നെ നിയമിക്കാനുള്ള വസ്തുതാപരമായ പോസിബിലിറ്റി നിലനിൽക്കെ തന്നെ ഇത്തരം വിഷയങ്ങളോട് നിലവിലെ സംസ്ഥാന സർക്കാരുകൾക്ക് പ്രത്യേകിച്ച് ഒരു പ്രശ്നം അവർ കാണിക്കുന്നതായിട്ട് നമ്മൾ കാണാറില്ല. അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ സംഘപരിവാറിൻ്റെ കാവ്യവൽക്കരണത്തിന് സംസ്ഥാന സർക്കാർ കൂട്ടുനിൽക്കുന്ന ഒരു സ്ഥിതിയാണുള്ളത്. വിസ്മയങ്ങളുടെ രാജകുമാരൻ, നിലപാടുകളുടെ രാജകുമാരനാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്നുള്ള കാര്യം തോമസ് മറന്നുപോകരുത്. അതോടൊപ്പം തന്നെ നമ്മളെ കേൾക്കുന്ന പൊതുസമൂഹവും മറന്നുപോകരുത്. അതായത് ഇവിടെ വഖഫ് വിഷയത്തിൽ നമുക്കറിയാം, ഉമിത് പോർട്ടൽ രജിസ്ട്രേഷൻ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വലിയ വിവാദം ഇവിടെ ഉയർന്നു വന്നിരുന്നു. ഇപ്പോൾ തണുത്തുപോയി, കാരണം മാധ്യമങ്ങളെല്ലാം അത് കൈവിട്ടു. കാരണം അത് വലിയ പ്രശ്നത്തിലേക്ക് പോകുമെന്ന് കണ്ടതുകൊണ്ട് തന്നെയാണ് പലരും ആ വിഷയം അത്ര ഗൗരവമായിട്ട് അഡ്രസ്സ് ചെയ്യാത്തത്. എങ്കിലും ഇപ്പോഴും മുനമ്പത്തുള്ള ആളുകളുടെ ഒരു മനസമാധാനം കിടത്തുന്ന ഒരു വിഷയം തന്നെയാണ് ഈ ഉമിത് പോർട്ടലിലെ രജിസ്ട്രേഷൻ എന്നുള്ളത്. ഈ ഉമിത് പോർട്ടലിലെ രജിസ്ട്രേഷൻ വേണമെങ്കിൽ ക്യാൻസൽ ചെയ്യാവുന്നേ ഉള്ളൂ. അത് ക്യാൻസൽ ചെയ്യാമെന്ന് വിദഗ്ധ നിയമോപദേശം ലഭിച്ചതിന് ശേഷവും എന്തുകൊണ്ട് സർക്കാർ അത് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അത് ആരെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മുസ്ലിം ലീഗിനെയും അതല്ലെങ്കിൽ മറ്റ് ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള സംഘടനകളെയും പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള ഒരു ഉപകാര സ്മരണയാണത്. അവിടെ അവർ വളരെ ഹാപ്പി ആയിരുന്നു. പക്ഷേ അവർ അവിടെ ഹാപ്പി ആയിരിക്കുന്ന സമയത്തും അവർ കരുതിയിട്ടില്ല ഇപ്പോൾ ഈ നടന്നിരിക്കുന്ന ഈ ഒരു സംഭവം. സെനറ്റിലേക്ക് 19 ആളുകളെ നിയമിച്ചിരിക്കുന്നു. അതായത് സർക്കാരിൻ്റെ വാദം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മുൻ സർക്കാരിൻ്റെ കാലത്ത് നടന്നിരിക്കുന്ന സംഭവം. അതായത് വഖഫിലെടുത്ത അതേ സമീപനമാണ് ഇപ്പോൾ ഇവിടെ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് മുൻ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ചെയ്തതാണ്. ഞാൻ പറയട്ടെ, ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് സംസ്ഥാന സർക്കാരിൻ്റെയും പൂർണ്ണ സമ്മതമില്ലാതെ ഒരു കാരണവശാലും ഗവർണർക്ക് ഈ 19 സെനറ്റ് അംഗങ്ങളെ പ്രഖ്യാപിക്കാൻ വേണ്ടി സാധിക്കില്ല എന്നുള്ളതൊരു വാസ്തവമാണ്. ആ വാസ്തവം ഇവിടെ നിലനിൽക്കെ ഇവിടുത്തെ മരമണ്ടന്മാരായിട്ടുള്ള കുറേ ആളുകളെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയും ഒക്കെ പറയുന്നത്. കാരണം അത് മുൻ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ചെയ്തിരുന്നതാണ്. ഞങ്ങളിപ്പോൾ ഗവർണറുമായിട്ടൊരു പോരാട്ടത്തിനില്ല എന്നൊക്കെ പറയുന്നത്. പോരാടേണ്ട സമയത്ത് പോരാടണമെന്നേ. ഈ സംഘപരിവാർ അജണ്ടയ്ക്ക് മുമ്പിൽ കൊണ്ടുപോയി തല കുനിച്ച് നിൽക്കുന്ന ഒരാളായിട്ട് മാറരുത് ഇവിടെ കേരളം ഭരിക്കുന്ന കോൺഗ്രസ് സർക്കാർ. ദേശീയ തലത്തിൽ തന്നെ സംഘപരിവാറിനെതിരെ അതിശക്തമായ നിലപാട് സ്വീകരിക്കുന്ന കോൺഗ്രസിന് എന്തുകൊണ്ടാണ് കേരളത്തിൽ അത് സാധിക്കാത്തത് എന്നുള്ളതൊരു പ്രധാനപ്പെട്ട ചോദ്യമായിട്ട് വരുന്ന വരികയല്ലേ. കാരണം 3 വൈസ് ചാൻസലർമാരെ കഴിഞ്ഞ ദിവസം RSSന്റെ മോഹൻ ഭഗവത് പങ്കെടുത്ത ഒരു പരിപാടിയിൽ പോയി ഇരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്ര അപമാനകരമാണ് ഈ കേരളത്തിന്. അത് കേരളത്തിലെ പ്രധാനപ്പെട്ട 3 യൂണിവേഴ്സിറ്റികൾ, ഒന്ന് മലയാള യൂണിവേഴ്സിറ്റി, MG യൂണിവേഴ്സിറ്റി, അതോടൊപ്പം തന്നെ കേരള യൂണിവേഴ്സിറ്റി. ഈ 3 യൂണിവേഴ്സിറ്റികളുടെ പ്രധാനപ്പെട്ട ആളുകളാണ് അവിടെ പോയിരിക്കുന്നത്. വൈസ് ചാൻസലർമാരാണ് അവിടെ പോയിരിക്കുന്നത്. അവരെ മാറ്റാൻ വേണ്ടിയിട്ട് എന്തുകൊണ്ടാണ് സർക്കാർ ഗവർണർക്ക് ശുപാർശ നൽകാത്തത്?
ഗുരുതരമായിട്ടുള്ള ഒരു അച്ചടക്ക ലംഘനമല്ല അവർ കാണിച്ചിരിക്കുന്നത്. RSS പോലെയുള്ള കേരളത്തിലെ മതേതര സമൂഹം എതിർത്തുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനയുടെ പരിപാടിയിൽ ആ സംഘടന പ്രവർത്തിച്ചുകൊള്ളട്ടെ. ആ സംഘടന പ്രവർത്തിക്കുന്നതിനോ അതിനെതിരെ ആരും ഒന്നും പറയുന്നില്ല. പക്ഷേ അവർ ഉയർത്തുന്ന ആശയം അത് തെറ്റാണ് എന്ന് നമ്മൾ വിളിച്ചു പറയേണ്ടിയിരിക്കുന്നു. ജമാഅത്തെ ഇസ്ലാമി ഉയർത്തുന്ന ആശയം തെറ്റാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ജമാഅത്തെ ഇസ്ലാമിയെയും RSSനെയും ഒരേ നൂലിൽ കെട്ടി മുൻപോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് സർക്കാർ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിയാണ് ഈ സർക്കാരിനെ അധികാരത്തിൽ കൊണ്ടുവന്നത്. അതിന് പിന്തുണ കൊടുത്തിരുന്നത് RSS ആണ് എന്നുകൂടി നമ്മളിപ്പോൾ പറഞ്ഞു വെക്കേണ്ടിയിരിക്കുന്നു. അതേ രീതിയിലാണ് പ്രവർത്തനങ്ങൾ ഇപ്പോൾ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. GP നിയമനത്തിൽ നമ്മൾ കണ്ടതാണ്. കോൺഗ്രസിന് വേണ്ടിയിട്ട് രാവന്തിയോളം പണിയെടുത്തിട്ടുള്ള എത്രയോ വക്കീലന്മാരെ മാറ്റി നിർത്തിയിട്ടാണ് GP നിയമനം നടന്നിരിക്കുന്നത്. അതിനകത്ത് BJPയുടെ ലോയേഴ്സ് സംഘടനയുടെ നേതാവ് പോലും അതിനകത്ത് പെട്ടിരിക്കുന്നു. എന്താ അമൽ എന്ന് പറയുന്ന പേരുള്ള ഒരാൾ. അതുകൂടാതെ തന്നെ സെൻട്രൽ ഗവൺമെന്റ് പ്രീഡറായിരുന്ന ഒരു ചിത്ര എന്ന് പറയുന്ന ആൾ ഇതിനകത്ത് നിയമിക്കപ്പെട്ടിരിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, എന്താണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? ഇത് ആരാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? എല്ലാം ഒരെണ്ണാണെങ്കിൽ നമുക്ക് അബദ്ധം എന്ന രീതിയിൽ പറയായിരുന്നു. പക്ഷെ എല്ലാ നിയമനങ്ങളും ഇങ്ങനെ ആകുമ്പോൾ അത് അബദ്ധം അല്ല. നിയമനങ്ങൾ മാത്രമല്ല, ഇപ്പോൾ ഇവിടെ സംഭവിക്കാൻ പോകുന്ന ഏറ്റവും വലിയ ഒരു അപകടം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മുസ്ലിം ലീഗ് തിരിച്ചറിയേണ്ടതുണ്ട്. മുസ്ലിം ലീഗാണ് തിരിച്ചറിയേണ്ടത്. കാരണം ഇതേപോലെ തന്നെ ഈ RSSനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സൈഡിൽ കൂടെ മറ്റൊരു സൈഡിൽ ജമാഅത്തെ ഇസ്ലാമിയെ പ്രൊമോട്ട് ചെയ്യുന്നു. ഇതേ രീതിയിൽ ഈ സർക്കാർ മുൻപോട്ട് പോയി കഴിഞ്ഞാൽ വർഗീയ ധ്രുവീകരണമല്ല ഇവിടെ ഉണ്ടാവാൻ വേണ്ടി പോകുന്നത്. ഭൂരിപക്ഷ സമുദായത്തെ RSSന്റെ കീഴിൽ കൊണ്ട് അണിനിരത്തുക, എല്ലാ മുസ്ലിം സമുദായങ്ങളെയും ജമാഅത്തെ ഇസ്ലാമിയുടെ കാൽക്കീഴിൽ കൊണ്ട് കെട്ടുക എന്ന് പറയുമ്പോഴത്തെ അവസ്ഥ ആലോചിച്ച് നോക്കിക്കേ. ആ അവസ്ഥ ആലോചിച്ച് നോക്കൂ. കാരണം സർക്കാർ പോകുന്നത് വലിയ അപകടത്തിലേക്കാണ്. പല പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാരും അതിശക്തമായ വിമർശനമാണ് ഈ GP നിയമനവുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വഖഫ് വിഷയത്തിൽ ജമാഅത്തെ ഇസ്ലാമിയെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് എന്നുള്ള കാര്യം ഇവിടുത്തെ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചു കുട്ടിക്ക് പോലും അറിയാം. എന്നിട്ട് അത് ആ ഒരു നിലപാടിൽ തിരുത്തൽ കൊണ്ടുവന്നോ? ഇല്ലല്ലോ. ഇലക്ഷന് മുമ്പ് വലിയ ടീം UDF ആയിരുന്നല്ലോ. എന്താണ് ഇലക്ഷൻ കഴിഞ്ഞ് റിസൾട്ട് അറിഞ്ഞ് 1.5 മാസം കഴിഞ്ഞിട്ടും ഒരു UDF യോഗം വിളിക്കാൻ എന്തുകൊണ്ടാണ് സാധിക്കാത്തത്? അടൂർ പ്രകാശിന് വയ്യ എന്ന് പറയുന്നു. UDFന്റെ ചെയർമാൻ എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയല്ലേ? മുഖ്യമന്ത്രിക്ക് വിളിച്ചുകൂടെ യോഗം വിളിക്കുന്നതിന് എന്താണ് പ്രശ്നമുള്ളത്? UDFനകത്ത് ഈ വിഷയങ്ങൾ എന്തെങ്കിലും ചർച്ച ചെയ്യുന്നുണ്ടോ? GPമാരെയും അതോടൊപ്പം തന്നെ ഇനി കോർപ്പറേഷനുകളിലേക്ക് നടക്കുന്ന നിയമനം, ബോർഡുകളിലേക്ക് നടക്കുന്ന നിയമനങ്ങൾ, ഇതൊക്കെ നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും ഇവർ UDF യോഗം വിളിച്ചു കൂട്ടുക. ആരാണ് ഈ നിയമനങ്ങൾ നടത്തണേ എന്നൊരു ചോദ്യം ഇപ്പോഴും കോൺഗ്രസ് പ്രവർത്തകർക്ക് പോലും മനസ്സിലായിട്ടില്ല. ഈ നിയമനങ്ങളെല്ലാം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നേരിട്ട് നടത്തും. എല്ലാം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രി നടത്തിയിട്ടുള്ള ഈ നിയമനങ്ങളിൽ GPമാരുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള നിയമനങ്ങളിൽ ഗുരുതരമായ സാമ്പത്തിക ആരോപണങ്ങളുണ്ട്. അതിനകത്ത് മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ടു എന്നൊന്നും നമ്മൾ പറയുന്നില്ല. പക്ഷെ മുഖ്യമന്ത്രിയുടെ പേര് പറഞ്ഞ് പലരും പണം കൈപ്പറ്റിയിട്ടുണ്ട്. അത് 5 ലക്ഷം മുതൽ 15 ലക്ഷം രൂപ വരെ പണം കൈപ്പറ്റിയിട്ടുണ്ട്. അവരൊക്കെ ഈ ലിസ്റ്റിൽ ഈ പ്രാവശ്യം കടന്നു കൂടിയിരിക്കുന്നത് കൊണ്ട് മാത്രം നമുക്ക് പറയാൻ സാധിക്കുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഏതെങ്കിലും തരത്തിൽ അവർ ആ ലിസ്റ്റിൽ ഉൾപ്പെടാതിരുന്നിരുന്നുവെങ്കിൽ നമ്മുടെ ഈ സ്റ്റുഡിയോയിൽ വന്നിരുന്ന പരസ്യമായിട്ട് അവർ ആർക്ക് പണം കൊടുത്തു, എങ്ങനെ പണം കൊടുത്തു എന്നുള്ള കാര്യം കൃത്യമായിട്ട് പറഞ്ഞേനെ. ഈ GP ലിസ്റ്റ് വൈകുന്ന സമയത്ത് നമ്മളുമായിട്ട് കൃത്യമായ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നടന്നിരിക്കുന്ന നിയമനങ്ങളിൽ അഴിമതിയുണ്ട്. അതുകൂടാതെ തന്നെ നമുക്ക് വളരെ വ്യത്യസ്തമായിട്ടുള്ള വിഷയമായിട്ട് നമ്മൾ എടുക്കേണ്ടതുണ്ട്. നിയമനങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് നടന്നിട്ടുള്ള സാമ്പത്തിക ആരോപണങ്ങൾ മാത്രമല്ല, ഈ വക്കീലന്മാരുടെയൊക്കെ ഒരു ക്വാളിഫിക്കേഷൻ, ഇവർക്ക് എത്ര കേസുകൾ വാദിച്ചിട്ടുണ്ട്, കോടതിയുടെ വരാന്ത പോലും കാണാത്ത സംഘികളെ പിടിച്ച് GPമാരാക്കി എന്ന് പറയുമ്പോഴത്തേക്കും ആലോചിച്ച് നോക്കി. സർക്കാർ തോറ്റ് തുന്നം പാടാൻ വേണ്ടി പോവുകയാണ്. നമ്മളത് മറ്റൊരു വിഷയമായിട്ട് നമുക്ക് എടുക്കാം. പക്ഷേ ഇപ്പോൾ നമ്മൾ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, വഖഫ് വിഷയത്തിൽ മുസ്ലിം ലീഗിനെയും ജമാഅത്തെ ഇസ്ലാമിയെയും പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഉമിത് പോർട്ടലിൽ മുനമ്പത്തെ സ്ഥലം രജിസ്റ്റർ ചെയ്തു കൊടുത്തു. അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ തലയിൽ കെട്ടിവെച്ചു. സർക്കാർ ഇറങ്ങിപ്പോകുന്ന സമയത്ത് ഒരു പണി കൊടുത്തിട്ട് പോയതാണ് എന്നുള്ള രീതിയിലാണ് അതിൻ്റെ വ്യാഖ്യാനം. പച്ചയായിട്ട് എല്ലാ മനുഷ്യർക്കും അറിയാം ഈ സർക്കാരിന് വേണമെങ്കിൽ അത് തിരുത്താമെന്ന്. അതിനുവേണ്ട യാതൊരുവിധ നടപടിയും സ്വീകരിക്കാതെയാണ് LDF സർക്കാരിനെയും പിണറായി സർക്കാരിനെയും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ നാട്ടിലെ മരമണ്ടന്മാരായിട്ടുള്ള കുറേ ആളുകളെ എന്തു പറഞ്ഞാലും അവർ വിശ്വസിക്കുമെന്ന് കരുതിയിട്ടല്ലേ ഇവർ ഈ പച്ചക്കള്ളം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ സെനറ്റ് അംഗങ്ങളുടെ നിയമനം, ഈ നിയമനത്തിൽ BJP സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചിട്ടുള്ള ആളുകൾ വരെ ഉണ്ടെന്ന്. എങ്ങനെ വരുന്നു? ഇതിൻ്റെയൊക്കെ ബേസിക് ക്വാളിഫിക്കേഷൻ എന്താണ്? ഇതിനെക്കുറിച്ചൊക്കെ പരിശോധിക്കപ്പെടേണ്ടേ? ഇതിനെക്കുറിച്ചൊക്കെ ഇല്ല, ഞങ്ങൾ സമവായത്തിൽ പോവുകയാണ്.
ഗവർണറുമായിട്ട് ഇപ്പോൾ ഏറ്റുമുട്ടലിനും തയ്യാറാവുന്നില്ല എന്ന്. ആണത്തമുണ്ടെങ്കിൽ ഏറ്റുമുട്ടണം. സംഘപരിവാർ ശക്തികൾക്ക് നമ്മൾ പോയി അടിയറവ് പറയുന്നതിനേക്കാൾ എത്രയോ മാന്യതയുണ്ട് അതിന്. ഈ ഡോക്ടർ മോഹനൻ കുന്നുമ്മലിന്റെ സംഘപരിവാർ ബന്ധം നേരത്തെ തന്നെ വിവാദമായിട്ടുള്ള വിഷയമാണ്. പക്ഷെ ഇതൊക്കെ അറിഞ്ഞിരുന്നിട്ടും ഇന്നലെ മോഹൻ കുന്നുമേലൊക്കെ അവിടെ പോയി ഇട്ടുണ്ട്. ഈ RSSന്റെ യോഗത്തിന് മോഹൻ കുന്നുമേൽ അടക്കമുള്ള മറ്റ് 3 VC-മാരാണ് പങ്കെടുത്തിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അതിനുശേഷം പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഇന്നലെ പ്രസ്താവന ഇത് ശരിയായിട്ടുള്ള കാര്യമല്ല എന്ന് പരസ്യമായിട്ട് വിമർശനം ഉയർത്തിയതിന് ശേഷമാണ് മുഖ്യമന്ത്രിയുടെ പോസ്റ്റ് വരുന്നത്, തെറ്റുതിരുത്തണമെന്ന്. അപ്പോൾ അതിനിടയിൽ കെ സുരേന്ദ്രൻ്റെ ഒരു കമൻറ്റ് വന്നിട്ടുണ്ട്. വളരെ ശ്രദ്ധേയമായൊരു കമൻറ്റാണ്. RSS യോഗത്തിന് പങ്കെടുത്തതിൻ്റെ പേരിൽ ഏതെങ്കിലും തരത്തിൽ അവർ തെറ്റുതിരുത്തണമെന്നുണ്ടെങ്കിൽ ആദ്യം തെറ്റുതിരുത്തേണ്ടത് താങ്കളാണെന്ന്. കാരണം VD സതീശനാണ് പറവൂർ ആദ്യമായിട്ട് ഒരു RSS യോഗത്തിൽ പങ്കെടുത്തിട്ടുള്ളത്. ഈ മുഖ്യമന്ത്രിക്കെതിരെ നേരത്തെ മുതൽ തന്നെ RSS ബന്ധവുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് വലിയ ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുള്ളതാണ്. പക്ഷേ അദ്ദേഹം അതിനെയൊക്കെ ഒരു നിസ്സാരവൽക്കരിച്ച് കളയുക, വലിയ വിഷയങ്ങളെ നിസ്സാരവൽക്കരിച്ച് കളയുകയും ചെറിയ വിഷയങ്ങളെ പർവ്വതീകരിക്കുകയും ചെയ്യുക. ഇപ്പോൾ KSRTCയിലെ വനിതകളുടെ യാത്ര, എല്ലാവർക്കും ഓർഡിനറി ബസ്സിൽ സൗജന്യ യാത്രയെന്ന് ഗവൺമെൻറ് പ്രഖ്യാപിക്കുന്നു. ഗവൺമെൻറ് പ്രഖ്യാപിച്ചതിന് ശേഷം എന്താ ചെയ്തത്? തിരുവനന്തപുരത്തോടുന്ന എല്ലാ ഓർഡിനറി ബസ്സിലും സിറ്റി ഫാസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ബോർഡ് മാറ്റി വെച്ചു. നമ്മൾ കണ്ടതല്ലേ, ഇന്നലെ വാർത്തയിൽ കണ്ടതല്ലേ ഇതൊക്കെ. എന്തൊരു തട്ടിപ്പാണ് നടത്തുന്നത്. ഇതിന് താഴെ വരുന്ന ഈ വലത് ഹാൻഡിലുകളിലെ കമന്റുകളിൽ അധികം പറയുന്നത് കിട്ടിയത് വാങ്ങി നക്കടെ എന്നുള്ള ഒരു ടോണിലാണ്. അതായത് ഞങ്ങൾ സ്റ്റിക്കർ ഒട്ടിക്കും, ബാക്കി കുറച്ച് ഓർഡിനറി ഉണ്ടാവുമല്ലോ, അതിൽ കയറി പൊക്കൂടെ എന്നൊരു സാധനം. ഇവൻ്റെയൊക്കെ അപ്പൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന പൈസ എടുത്തിട്ടല്ല ഈ പറയുന്ന സൗജന്യ യാത്ര കൊടുക്കുന്നത്. അത് ഈ വലത് ഹാൻഡിലുകളിൽ ഈ വന്നിരുന്ന് കൊണ പറയുന്നവന്മാർ മനസ്സിലാക്കി വെക്കേണ്ട കാര്യമാണ്. ഇതിവിടുത്തെ ആളുകളുടെ നികുതിപ്പണം തന്നെയാണ്. അതുകൊണ്ട് ഇവരുടെ ഔദാര്യമായിട്ടൊന്നും വിളമ്പാൻ വേണ്ടി നിൽക്കരുത്. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു 10-20,000-ഓളം ആളുകൾ സോഷ്യൽ മീഡിയയിലിരുന്ന് മുഖ്യമന്ത്രിക്ക് നൽകുന്ന പിന്തുണയാണ് ഈ സർവനാശത്തിൻ്റെയും കാരണം എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെച്ചോളൂ. ഇത് വരും ദിവസങ്ങളിൽ മുസ്ലിം ലീഗിന് കൃത്യമായിട്ട് മനസ്സിലാവും. ജമാഅത്തെ ഇസ്ലാമിയുടെ ലക്ഷ്യം എന്താണ്? ജമാഅത്തെ ഇസ്ലാമിയുടെ ലക്ഷ്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു പക്ഷത്ത് മുസ്ലിം ക്രിസ്ത്യൻ ന്യൂനപക്ഷവും മറുവശത്ത് ഭൂരിപക്ഷ സമുദായവും. ഈ ഒരു ആംഗിളിലേക്ക് കേരളത്തെ കൊണ്ട് എത്തിക്കുക എന്നുള്ള ഒരു വലിയ അജണ്ടയുമായിട്ടാണ് ഈ വർഗീയ കോമരങ്ങൾ ജമാഅത്തെ ഇസ്ലാമിക്കാർ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. അതിന് കീഴടങ്ങി കൊടുക്കുകയാണ് നമ്മുടെ മുഖ്യമന്ത്രി. നിലപാടുകളുടെ രാജകുമാരൻ, വിസ്മയങ്ങളുടെ രാജകുമാരൻ. ഒന്ന് ആലോചിച്ച് നോക്ക്. കാരണം ഈ ആളുകളുടെ അവകാശമാണ് പലതും. ഈ അവകാശങ്ങൾ ആരുടെയെങ്കിലും ഔദാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആര് പ്രചരിപ്പിക്കാൻ ശ്രമിച്ചാലും നമ്മളതിനെ എതിർക്കുക തന്നെ ചെയ്യും. ഈ വലത് സൈബറിടങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, വിവരവും ബോധവുമുള്ള ഒരൊറ്റ കോൺഗ്രസ്സുകാരനും ഇതിനെ ഒന്നും ന്യായീകരിക്കാൻ നിൽക്കത്തില്ല. ഇന്നലെ ഡോക്ടർ ജിൻഡോ ജോണിട്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു. അതിനിടയിൽ വന്നിരിക്കുന്ന ആയിരക്കണക്കിന് കമൻറ്റുകളാണ്. നല്ല ഒന്നാന്തരം കൂട്ടിപ്പിടിക്കുന്ന കോൺഗ്രസ്സുകാരാണ് അവർ. മതേതര സ്വഭാവമുള്ള കോൺഗ്രസ്സുകാരാണ്. അവരതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഈ പറഞ്ഞ വർഗീയ കോമരങ്ങൾ. അതായത് നമ്മളൊക്കെ വിചാരിക്കുമായിരിക്കും അതിനടിയിലെ പേര് കാണുമ്പോഴത്തേക്ക് ഇവൻ ഇന്നയാളാന്നിരിക്കുന്നത്. ആ പേരൊക്കെ ഫേക്ക് പേരുകളാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ വർഗീയ കോമാളികൾ അല്ലെങ്കിൽ കോമരങ്ങൾ വിവിധ മുഖം ഉപയോഗിച്ച്, മാസ്ക് ഉപയോഗിച്ച് ഫേസ്ബുക്കിനടിയിൽ എഴുതി വെക്കുന്നതാണ് അതൊക്കെ. ഒരു കാരണവശാലും ത്രിവർണ്ണ കൊടി പിടിച്ചുള്ള ഒരു കോൺഗ്രസ്സുകാരൻ അങ്ങനെ പറയാൻ വേണ്ടി സാധിക്കില്ല. ഒരു തരത്തിലും അങ്ങനെ പറയില്ല. എനിക്ക് 100% ഉറപ്പുണ്ട്. കാരണം നമ്മൾ ആദ്യം തുടങ്ങി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്? പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള ഭീകര സംഘടനകളുടെ നിരോധനത്തിന് ശേഷം അതിൽ പ്രവർത്തിച്ചിരുന്ന കുറേ അധികം ആളുകൾ എവിടേക്ക് വന്നു? ഈ കോൺഗ്രസിനകത്ത് കുടിയേറിയിട്ടുണ്ട്, അല്ലെങ്കിൽ പുനരധിവസിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അവരാണ് കോൺഗ്രസിനകത്ത് ഈ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധമെങ്കിലും കോൺഗ്രസിൻ്റെ കേരളത്തിലെ നേതൃത്വത്തിനുണ്ടാവണ്ടേ? അതുണ്ടാവാതെ ഇവർ ജമാഅത്തെ ഇസ്ലാമി ആഗ്രഹിക്കുന്ന എന്താണ്? ഒരു സംഘീവൽക്കരണം നടക്കണം. അങ്ങനെ വരുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുക? പൂർണ്ണമായിട്ടും ഭൂരിപക്ഷ സമുദായവും ന്യൂനപക്ഷ സമുദായവും എന്നുള്ള രീതിയിലേക്ക് ഇവിടെ കാര്യങ്ങൾ വഴി മാറ്റപ്പെടും. അതാണ് ജമാഅത്തെ ആഗ്രഹിക്കുന്നത്. RSS പോലും ആഗ്രഹിക്കാത്ത കാര്യമാണ് ജമാഅത്തെ ഇസ്ലാമി ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം കേരളത്തിലെ പൊട്ടന്മാർക്കില്ല എന്നുള്ളതാണ് വസ്തുത. ഞാൻ പറയട്ടെ, ആത്മാഭിമാനത്തോടെ ജീവിക്കുന്ന അല്ലെങ്കിൽ ഈ നാട്ടിലെ മുഴുവൻ മുസ്ലിം ന്യൂനപക്ഷങ്ങളും ജമാഅത്തെ ഇസ്ലാമിക്കാരാണോ? പലപ്പോഴും മുസ്ലിം ലീഗിനെ പോലും തെറ്റിദ്ധരിപ്പിക്കുകയാണ്.
മുസ്ലിം ലീഗിൻ്റെ സ്നേഹിതരല്ല ജമാഅത്തെ ഇസ്ലാമി. അതാണ് മുസ്ലിം ലീഗ് ആദ്യം മനസ്സിലാക്കേണ്ടത്. കാരണം മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിട്ട് മുസ്ലിം ലീഗ് ഈ സമൂഹത്തിൽ നാളിതുവരെ പ്രവർത്തിച്ചു വന്നിരുന്ന പ്രവർത്തന രീതി എന്താണെന്ന് നമ്മൾ എടുത്ത് പരിശോധിച്ച് നോക്കുക. ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തന രീതി എന്താണെന്ന് നോക്കുക. ഒറ്റപ്പെടുത്തി നിർത്തേണ്ട ആളുകളാണ് ഇവർ. ഇവരെ ഒറ്റപ്പെടുത്തുക തന്നെ വേണം. മീഡിയ വൺ സെറ്റ് ചെയ്യുന്ന അജണ്ട. ഇപ്പോൾ മീഡിയ വൺ ചാനൽ കിടന്ന് എല്ലാ ദിവസവും രാത്രി കുറയ്ക്കുന്നുണ്ടല്ലോ. ദാ അവിടെ സംഖ്യയെ വെച്ചിരിക്കുന്നു, ഇവിടെ സംഖ്യയെ വെച്ചിരിക്കുന്നു, ഈ സെനറ്റ് നിയമനം, ദാ അവർ RSS യോഗത്തിന് പങ്കെടുക്കുന്നു. അവരുടെ ലക്ഷ്യം എന്താണ്? ന്യൂനപക്ഷത്തെയും ഭൂരിപക്ഷത്തെയും പരസ്പരം വേർതിരിച്ചു കൊടുക്കുക എന്നുള്ളൊരു ദൗത്യമാണ് ഇന്ന് മീഡിയ വൺ ചാനൽ ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനെതിരെയൊക്കെ ശക്തമായിട്ടുള്ള പ്രതികരണം പൊതുസമൂഹത്തിൽ നിന്ന് ഉയർന്നു വരേണ്ടതായിട്ടുണ്ട്. കോൺഗ്രസ് പാർട്ടിക്കകത്ത് തന്നെ ഉയർന്നു വരേണ്ടതുണ്ട്. വഖഫ് വിഷയം ഉൾപ്പെടെ ഇപ്പോൾ ഈ സെനറ്റ് നിയമനവുമായി ബന്ധപ്പെട്ട് GP നിയമനവുമായി ബന്ധപ്പെട്ട് ഒക്കെ നടക്കുന്ന ഈ വർഗീയമായിട്ടുള്ള വേർതിരിവുകൾ ഇതിവിടെ അവസാനിപ്പിക്കപ്പെടേണ്ടതുണ്ട്. അതിശക്തമായിട്ടുള്ള തീരുമാനങ്ങൾ കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ ഭാഗത്തുണ്ടാവേണ്ടതുണ്ട്. പൊതുജനം, മതേതര വിശ്വാസികളായ ജനാധിപത്യ വിശ്വാസികൾ ഇതിനെതിരെ അതിശക്തമായിട്ട് രംഗത്ത് വരേണ്ടതുണ്ട് എന്നുള്ളതാണ് എൻ്റെ പക്ഷം.